വള്ളത്തിൽ കക്ക വിൽക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് കക്ക ഞങ്ങളും വാങ്ങി. അത് കൊണ്ടുവന്നുടനെ ഒരു ബക്കറ്റിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചങ്ങ് വെച്ച്. കക്കയിലെ അഴുക്കും പൊടിയും എല്ലാം ഇത് തുപ്പിക്കളയുമെന്നാണ് പറയുന്നത്. 1.5 മണിക്കൂറിന് ശേഷം ഇത് വീണ്ടും 2-3 പ്രാവശ്യം കഴുകി ഒരു കലത്തിലാക്കി പുഴുങ്ങാനായിട്ട് ഗ്യാസിലങ്ങ് വെച്ചു. ഇത് പുഴുങ്ങി വരുമ്പോൾ അതിൻ്റെ തോടെല്ലാം ഇങ്ങനെ പിളർന്നിരിക്കുകയെ. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് ചെറു ചൂടോട് തന്നെ ഇതിനകത്തുനിന്ന് കക്ക നമുക്ക് ഇറുത്തെടുക്കാം. അച്ഛനും അമ്മയും കൂടെ അത് ഇറുത്തെടുക്കുന്നുണ്ട്. ഇതിനകത്ത് കുറച്ച് ഞാൻ തോരൻ വെക്കാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, കുറച്ച് നമുക്ക് ഫ്രൈ ചെയ്യാനെടുക്കാം. കക്കയിൽ മണ്ണും പൊടിയും ഉണ്ടോയെന്ന് വിചാരിച്ച് വീണ്ടും ഒരു വെള്ളത്തിലൂടെ കഴുകി എടുത്തിട്ടുണ്ട്. കക്ക നന്നായിട്ട് പിഴിഞ്ഞൂറ്റിയെടുത്തിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ചധികം കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും മസാലപ്പൊടിയും ചേർത്ത് കൈ വെച്ച് തിരുമ്മി തന്നെ ചേർക്കണേ, അല്ലെങ്കിൽ മസാല ഇതിനകത്ത് പിടിക്കത്തില്ല. ഇതിന് കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ, മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് മഞ്ഞക്കക്കയാണ്. ഇതുപോലുള്ള കക്ക വല്ലപ്പോഴും ഒക്കെ കിട്ടാറുള്ളൂ. കല്ലട, ചുറ്റുമല ഭാഗത്തൊക്കെ എപ്പോൾ പോയാലും ആ റോഡ് സൈഡിൽ ചേച്ചിമാരിങ്ങനെ കക്ക വിൽക്കുന്നത് കാണാം. ഒരു കവറിനകത്താക്കി 100 രൂപ 50 രൂപ അവർ. പക്ഷെ നമ്മുടെ ഇവിടെ നിന്നും അങ്ങനെ എപ്പോഴും ഒന്നും ഈ കക്ക കിട്ടാറ്. പക്ഷെ മഞ്ഞക്കക്ക സുലഭമായിട്ട് ഇവിടെ കിട്ടാറുണ്ട്. കക്ക നല്ല മസാലയൊക്കെ പിടിച്ച് റെഡി ആയിരിപ്പുണ്ട്. ഇനി നമുക്ക് കക്ക ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി പാൻ അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ കക്കയും കൂടെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യണേ. ഒരു പകുതി ഫ്രൈ ആകുമ്പോഴത്തേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. കുറച്ചധികം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായി ഫ്രൈ ആയി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു സവാളയും കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. സവാള നന്നായിട്ട് വഴണ്ടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതിയേ. സവാളയും കക്കയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കണമേ. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കി നമുക്ക് ഇറക്കി വെക്കാവേ. നല്ല അടിപൊളി കക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.